ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ലാലേട്ടന്റെ മോസ്റ്റ് അവൈറ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ മലൈക്കോട്ട വാലിബന്റെ ട്രെയിലർ ഇന്ന് വരാൻ പോവാണ് 7:00. LGP and മോഹൻലാൽ കോംബോ. അതെ, നേര് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് ഒരു എന്താ പറയാ ആ ഒരു ആത്മവിശ്വാസമൊക്കെ നമ്മുടെ കൂടിയിട്ടുണ്ട്. ആൻഡ് നമുക്കൊരു മലൈക്കോട്ട വാലിബന്റെ നമ്മള് ഹൈ ആയിരുന്നു ഓൾറെഡി എക്സ്പെക്ടേഷൻസ്. ടീസർ കണ്ടു, ടീസർ നമുക്കിങ്ങനെ ഒരു ക്ലൂവും തന്നിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ദെൻ സോങ്സ് വന്നു, 3 സോങ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതെ, പലതും നമ്മളിങ്ങനെ കുറെ സോങ്സ് പോലെ ഒന്നും അല്ല, വാരി വലിച്ചങ്ങനെ സംഭവങ്ങൾ, എല്ലാത്തിനും ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു. അപ്പം ഇതുവരെ പ്ലോട്ടൊന്നും നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അതായത് ടീച്ചറിനകത്ത് അവർ പറയുന്നത് എന്തായിരുന്നു, നമ്മള് കണ്ടതെല്ലാം നിജം, കാണാത്തത് പോയി, ഇനി കാണാൻ പോകുന്നതാണ് നിജം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണ് ട്രൂത്ത് നമ്മൾ കാണാൻ പോകുന്നത്? നമ്മളിങ്ങനെ കാത്തിരിക്കാൻ ട്രെയിലർ വരുമ്പോഴാണെങ്കിൽ നമുക്ക് കുറച്ചെന്തെങ്കിലും ക്ലൂ ഒക്കെ കിട്ടുമായിരിക്കും എന്താ സംഭവം. തിയറീസ് ഉണ്ട്. ഇതിപ്പം ഒരു റെസ്ലറിനെ പുറത്താണ്, അല്ലെങ്കിൽ ഹിസ്റ്ററി റിലേറ്റഡ് ആണ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതെ, അതിനിടയ്ക്ക് നമ്മുടെ മോങ്ക് റിലേറ്റഡ് ആയിരിക്കും എന്നുള്ളതൊക്കെ. പക്ഷെ അതിനിടയ്ക്കാണ് ഇന്നിപ്പോ ഞാൻ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സംഭവത്തിന് സെൻസർ ഒക്കെ കിട്ടി, UAE സെൻസർഷിപ്പാണ് കിട്ടിയിരിക്കുന്നത്. അത് മാത്രമല്ല മൂവിയുടെ ടൈം 2 hours 35 minutes ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അത്യാവശ്യം ഒരു നോർമൽ ആവറേജ് മൂവിയുടെ ലെങ്ത് തന്നെയാണ്. പിന്നെ അത് മാത്രമല്ലാണ്ട് കുറച്ച് ഇതും പറയുന്നുണ്ട്, അതായത് ഇത് ഒരു പാർട്ടിൽ മാത്രം തീരൂല. അപ്പം സീക്വൻസ് ഉണ്ടായിരിക്കും പ്രതീക്ഷിക്കാം. അതെ, ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ട്. കാരണം മലൈക്കോട്ട വാലിബന്റെ ഒരു സ്റ്റോറി ഒരു ഇതിൽ മാത്രമായിട്ട് ആൾക്കാരെ എടുത്തെത്തിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അറിയത്തില്ല എത്രമാത്രം സത്യം ഉണ്ടാവും, കാരണം നമുക്ക് ഇതൊന്നും അറിയില്ല എന്താണെന്ന് സംഭവം. നമുക്ക് എളുപ്പം കാണാം ട്രെയിലർ, എന്നിട്ട് ബാക്കി സംസാരിക്കാൻ. അപ്പൊ ട്രെയിലർ ഇതുവരെ വന്നിട്ടില്ല. ലാലിന് ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ട്. Your wait has not been in vain. The Malaikota Valiban official trailer is getting ready for you and will be out shortly. Thanks for staying right with us. അപ്പം ഡിലേ ആയി, കാത്തിരിക്കാം. ചെയ്യാൻ പറ്റത്തില്ല, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, റിഫ്രഷ് ചെയ്തോണ്ടിരിക്കേണ്ടി വരും. ഇനിയിപ്പോ ഒരു ടൈം പറയണം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ കാത്തിരുന്ന് ഒരു മാതിരിയാവും. ഫൈനലി ട്രെയിലർ വന്നു. കുറെ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അരമണിക്കൂർ നമ്മൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തില്ലേ. അപ്പൊ വന്ന് നമുക്ക് എളുപ്പം കാണാൻ ബാക്കി സംസാരിക്കാം. അതിനേക്കാൾ വലിയൊരു ലഹരിയില്ല. ഞാനും ആ ലഹരിയിൽ മതിമറന്നു. മതിമറന്നാൽ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ചതി കണ്ടെത്താൻ കഴിയില്ല. ഇന്ന് മാങ്ങോട്ടക്കളരിയുടെ ആയുധം കൂട്ടും ചതിയാണ്. ചോര വീഴണം. കണ്ണീരും ചോരയും വീണാണ് കടലുണ്ടാകുന്നത്. ആ കടലിന്റെ അടിയിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരും. സൂര്യന്റെ തീ ഈ കോട്ട ചാമ്പലാക്കും. അടിപൊളി വിഷ്വൽസ്. സ്റ്റിൽ ക്യാമറ ഷോട്ട്സ് പോലാണല്ലോ. മക്കളെ വന്നു. ബ്രിട്ടീഷേഴ്സ് ഇൻവേഷൻ പോലെയൊക്കെ സംഭവം ഉണ്ടല്ലേ. എന്തായാലും ആ ഒരു ടൈമിലാണ് സംഭവങ്ങൾ എന്നുള്ളത്. Jan 25th. Okay. One more week. ഒന്നും റിവീൽ ആയിട്ടില്ല അല്ലേ?
എന്തുവാ ഇത്രയും മാത്രം മനസ്സിലായി ബ്രിട്ടീഷേഴ്സിന്റെ കൂടെ ഒരു ഫൈറ്റ് ആണെന്ന് തോന്നുന്നു. ആ ഒരു ടൈമിലുള്ള ഒരു ഹീറോ ആണ് നമ്മുടെ വാലിബൻ. പക്ഷെ എന്തിനു വേണ്ടി പോരാടുന്നു? ഒബിയസ്ലി ഫ്രീഡം ഒരു പാട്ടാണ്, ബട്ട് അതല്ലാണ്ട് എന്തിനാണ് അതൊന്നും ക്ലിയർ ആയില്ല. അടിപൊളി വിഷ്വൽസ്. ഈവൻ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന എല്ലാം മറ്റേ സ്റ്റിൽ ക്യാമറയാണ്. നമ്മുടെ മറ്റേ പണ്ടത്തെ മൂവീസ് ഒക്കെ മമ്മൂട്ടിയുടെ മൂവി ഇല്ലായിരുന്നു അതുപോലെ തന്നെ ആ ഒരു സംഭവം തന്നെ അതുപോലെ ഫുൾ ഷോട്ട് ഒക്കെ എടുത്തിട്ട്. ആൻഡ് ദെൻ പക്ഷെ കംപ്ലീറ്റ്ലി ആ ഒരു ടൈമിലേക്കുള്ളത് പോലെ ഒന്നും കണ്ടില്ല. കുറച്ചൊക്കെ ഫ്രഷ് ആയിട്ടുള്ള പോലത്തെ. അതിനിപ്പോ ക്യാമറയുടെ സംഭവം കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്താണ് പ്ലോട്ട് എന്നുള്ളത് സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ സൗണ്ട് എഫക്ട്സ് ഒക്കെ കൊള്ളാം. ഇവൻ മ്യൂസിക് എൻ്റെ ഒരു ചെറിയൊരു മ്യൂസിക്കൽ വരാത്ത അടിപൊളിയായിരുന്നു. അതെ, സ്റ്റാർട്ടിങ് മറ്റേ ചോരയൊക്കെ നിറഞ്ഞതാണ്. ആദ്യം ഞാൻ വിചാരിച്ചു സിദ്ദിഖാന്ന്. അല്ലല്ല, സിദ്ദിഖിന്റെ സെക്കൻഡ് വോയിസ് വേറെ ഒരാളുടെ ആയിരുന്നു. പിന്നെ അതിന് മുന്നേ ഒരു വോയിസ് ഉണ്ടായിരുന്നു. വേറെ രണ്ട് വോയിസസ് ഉണ്ടായിരുന്നു. അപ്പം എന്താണെന്നുള്ളത് ഇപ്പോഴും സ്റ്റിൽ ക്ലൂലെസ് ആണ് മക്കളെ. പിന്നെ നമ്മൾ ഇനിയിപ്പം നമ്മുടെ LGP പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇങ്ങനൊന്നും കാണണ്ട, ബിഗ് സ്ക്രീനിൽ കണ്ടാൽ. ആകെ ഒരു പ്രതീക്ഷ ട്രെയിലർ ആയിരുന്നു. അതായത് ട്രെയിലറിൽ കൂടെ എന്തെങ്കിലും ഒരു ഹിന്റ് കിട്ടും. ഇങ്ങനെ ആയിരിക്കണം ട്രെയിലർ അല്ലെ, സ്റ്റോറി റിവീൽ ആയാലും അല്ലെ ചെറിയൊരു ഹിന്റ് പോലും ഇല്ലാതെ അവര് ഇതുപോലെ ചെയ്തെങ്കിൽ അല്ല. സ്റ്റിൽ നമുക്ക് സാധാരണ ടീസർ കാണുമ്പോൾ തന്നെ ആൾക്കാർ ഒരു ഗസ് അടിക്കും, ഓക്കെ മൂവി ഇങ്ങനെ ഇതിന്റെ ബേസ്ഡ് ആണ്, ഇതായിരിക്കും സംഭവങ്ങളൊക്കെ. നമുക്ക് ടീസറിലൊന്നും കിട്ടിയില്ല, സോങ്സിലൊന്നും കിട്ടിയില്ല. ഇതിപ്പോ ട്രെയിലർ LGP മാജിക് അല്ലെ. നമ്മുടെ മറ്റേ ചുരുളിയുടെ ട്രെയിലർ ഒക്കെ വന്നപ്പോഴും എല്ലാരും ഇങ്ങനെ വെറുതെ സംഭവം എന്താണ് ക്ലൂലെസ് ആയിരുന്നു. പക്ഷേ ആഫ്റ്റർ ഓൾ ദിസ് ഇസ് ഹിസ് മൂവി, ഹിസ് വിസ്ഡം, ഹിസ് എന്താ പറയാ ആ ഒരു ഏരിയ ക്രിയേറ്റിവിറ്റി സംഭവങ്ങളൊക്കെയാണ്. ഇനി മൂവി കാണുക എന്നുള്ളൊരു ഒറ്റ ഒരു ഓപ്ഷനേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഫസ്റ്റ് ഷോ കണ്ട് റിവ്യൂസ് ഒക്കെ വരുമ്പോൾ നല്ലൊരു ലോങ് വീക്കെൻഡും കൂടെയാണ് വരുന്നത്, അല്ലെങ്കിൽ റിപ്പബ്ലിക് ഡേയും സംഭവങ്ങളൊക്കെ ഒക്കെ ആയിട്ട്. അപ്പം ഇതായിരുന്നു നമ്മുടെ മലയക്കോട്ട വാലിബന്റെ നമ്മൾ കാത്തിരുന്ന് അരമണിക്കൂർ വീണ്ടും കാത്തിരുന്ന ഒരു ട്രെയിലർ റിയാക്ഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ്സസ് എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു കമന്റ്. അതെ, അപ്പം അടുത്ത വീഡിയോ കാണുവരെ